ഹായ് നമസ്കാരം. നമ്മളിന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അതിൻ്റെ മിക്സാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ABM ബേക്കേഴ്സ് ആലപ്പുഴയുള്ള ഷോപ്പാട്ടോ. അവിടെ നമുക്കിത് ഹോൾസെയിൽ പ്രൈസിനൊക്കെ നമുക്കിങ്ങനെ മിക്സ് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ആളുടെ ട്യൂഷന് പിള്ളേരുണ്ട്, ഒരു 18 പിള്ളേരുണ്ട്. അപ്പോൾ അവരുടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയുള്ള കേക്കാണ്. അപ്പം ഇതാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പാലും പഞ്ചസാരയും ഇട്ട് തിളപ്പിച്ചത് നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട് നമ്മൾ ഈ ഒരു മിക്സിനകത്തോട്ട് ഒഴിക്കുക. അതിനുശേഷം 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയും ബീറ്റ് ചെയ്തത് നല്ല രീതിയിൽ ഇതിൽ ചേർക്കുക. പരുവമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഇത് കേക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് നമ്മൾ ചെയ്തത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ ഒരു സന്തോഷം, നമ്മൾ ചെയ്തത് നമുക്ക് ഇടണമെന്നൊരാഗ്രഹം തോന്നി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് ആൾ കേക്കൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് കൂടുതലും നമ്മൾ ജസ്റ്റ് സപ്പോർട്ടൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ പിള്ളേരെല്ലാം ഉണ്ട് കേട്ടോ, വൈബ് പിള്ളേരാണ്. എല്ലാം കൂടെ നിന്ന് എല്ലാം ചെയ്യാനാണ്. അവർക്കൊരു എൻജോയ്മെൻറ്റാണ്. കാരണം അവരുടെ സെലിബ്രേഷൻ, അവർ കേക്ക് ഉണ്ടാക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് കട്ടിയൊന്നും ആവരുത് കേട്ടോ, നല്ല രീതിയിൽ ലൂസാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ വീട്ടിലോട്ട് നമ്മളിത് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ചുമറ്റ് വളവിൽ എത്തിയേക്കാണ്. ഈ വളവിൽ പല ആക്സിഡൻറ്റും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പോക്ക് വേണ്ടാത്തൊന്നും അര ഇടിക്കാൻ പോവുകയാണെന്ന് എല്ലാവരും ഭയങ്കര ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്ന കേട്ടോ അവർ. പിന്നെ നമ്മൾ ബട്ടർ പേപ്പർ ഒഴിച്ചിട്ട് ഓയിൽ നല്ല ഇതാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ മിക്സ് അതിലോട്ട് ഒഴിക്കുക കേട്ടോ. നല്ല രീതിയിൽ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ എല്ലായിടവും ഒന്ന് കവറപ്പ് ചെയ്യുന്ന രീതിയിൽ ഫില്ലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളത് ടാപ്പ് ചെയ്യണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തട്ടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് ഏറ്റക്കുറച്ചിലുണ്ടാവും, ഒരുമാതിരി മോഹൻലാൽ ചെരുവുകൾ ഉണ്ടാവും. സോ നമ്മൾ നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലോട്ട് ആ ഒരു മിക്സ് ചെന്നോളും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചാൽ ഇതൊക്കെ അവൾമാരുടെ കലാവിരുതിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ 10 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഓവനിൽ നമ്മൾ കേക്ക് വയ്ക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, എല്ലാം നോക്കിയിരിക്കുക. ഫൈനൽ നമ്മുടെ കേക്ക് കിട്ടി. അതിലെ ബട്ടർ പേപ്പറൊക്കെ നമ്മൾ ഇളക്കി കേട്ടോ. കാരണം ആർക്കും ഒരു സമാധാനമില്ല. ഇത് ഷുഗറും പാലും പിന്നെ ചെറിയും കൂടെ ചേർത്ത്, അതാട്ടെ ഈ ഒരു റോസ് കളർ ചേർത്തിട്ടുള്ളൊരു സിറപ്പാട്ടോ. നമ്മൾ 3 ലെയർ കട്ടാക്കി വെച്ചിട്ടുണ്ടേ. പിന്നെ ഈ ചോക്ലേറ്റ്സ് നല്ല രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടറും ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് ഇതേപോലെ വെള്ളം എടുത്ത് നമ്മളൊന്ന് തിളപ്പിച്ചിട്ട് അതിൽ വയ്ക്കുക. വെള്ളം ഇതിൽ കയറില്ല കേട്ടോ. നല്ല രീതിയിൽ ബോയിൽ ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഫിയോണയുടെ ആണ് വിപ്പിംഗ് ക്രീം എടുത്തേക്കുന്നത് കേട്ടോ. ഇത് കണക്ക് എടുക്കുക. ഇതിലോട്ട് നമ്മൾ കുറച്ച് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. കുറച്ച് അണ്ടിപ്പരിപ്പ്, ചെറി. ഇതാണ് നമ്മുടെ ഫൈനൽ. തുടങ്ങാണ് പരിപാടി, നമ്മൾ തുടങ്ങാം കേട്ടോ. കുറച്ച് നമ്മൾ നടുക്ക് തേക്കുക. വലിയ സ്കെയിലൊക്കെ വാങ്ങിച്ച്, പുതിയ സ്കെയിലൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുക കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഫസ്റ്റ് ലെയർ വയ്ക്കുക. ഫസ്റ്റ് ലെയർ കണ്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി കാണുമായിരിക്കുമല്ലോ, പൊട്ടിപ്പോയിട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് ചെറി നമ്മുടെ ആ ഒരു സിറപ്പും തേച്ചിട്ട് വിപ്പിംഗ് ക്രീമും തേച്ചിട്ട് നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല രീതിയിൽ ആയില്ല. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു ലെയറിനകത്തോട്ട് ക്യാഷ് നമ്മൾ പൊടിച്ച് വെച്ചില്ലേ, അത് ഫുള്ളും നമ്മളിങ്ങനെ നിരത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മളുടെ ചെറി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതുണ്ടായിരുന്നു, അപ്പോൾ ആ ചെറീസും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് നമ്മുടെ ചോക്ലേറ്റ് നല്ല രീതിയിൽ ആക്കി വെച്ചില്ലായിരുന്നോ, അതും കൂടെ ആ ടോപ്പിങ്ങിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ കുഞ്ഞു രീതിയിൽ ഇങ്ങനെ കുനുകുനാ നമ്മൾ അരിഞ്ഞു കൊടുത്താണ്ടല്ലോ, നൈസാണ് അത്. കഴിക്കാനും നല്ല കേട്ടോ. നമ്മൾ സൈഡിൽ കൂടെ ഒക്കെ പറക്കിയിട്ട് തിന്നുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ വയ്ക്കാൻ പോകാം കേട്ടോ. ടെൻഷൻ അടിച്ചാണ് വെച്ചത്, പക്ഷേ നമ്മൾ പൊട്ടി. എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കില്ല. ഞാൻ പറഞ്ഞു ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് ശരി ഞാൻ വീഡിയോ എടുത്തു കേട്ടോ.
എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ആ വിപ്പിംഗ് ക്രീം തേച്ചിട്ട് നല്ല രീതിയിൽ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ നമ്മുടെ കാഷ്യൂനട്ട് ഇടുക. അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ ചെറി ഉണ്ടായിരുന്നല്ലോ, ചെറിയും ഇട്ട് സെയിം പ്രോസസ്സ് തന്നെ സെക്കൻഡ് ലെയറിൽ നമ്മൾ ചെയ്യുന്നു. ഇങ്ങനെ ഈ ഒരു സെറ്റപ്പായി വരും നമ്മുടെ. കണ്ടില്ലേ, ഭയങ്കര രസമില്ലേ കാണാൻ. അവസാനത്തെ ഇടുക. നമ്മൾ ദാണ്ടെ ദോശ ചുട്ടു. അതുകൊണ്ടാണോ നമ്മളെന്തെങ്കിലുമൊക്കെ സഹായിക്കണമല്ലോ, നമ്മളെ കൊണ്ട് ഇതൊക്കെ എല്ലാം പറ്റത്തുള്ളൂ. ഫൈനൽ സെറ്റായി വന്നു. എന്നിട്ട് നമ്മൾ ഇന്ന് രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുക്കുക കേട്ടോ. ഞാൻ എണീറ്റ് വന്നപ്പോൾ താമസിച്ച്. ആളെല്ലാം സെറ്റപ്പ് പരിപാടിയൊക്കെ ചെയ്ത് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഇട്ടു. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേഫർ റോളാട്ടോ എടുത്തത്. അതിൽ ഓരോ വേഫർ റോൾ എടുത്തിട്ട് നമ്മളിങ്ങനെ സൈഡിലിങ്ങനെ കുത്തി ഇങ്ങനെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തത്. ഭംഗിയില്ലേ കാണാൻ. അതാ നോസിലൊക്കെ ഇരിപ്പുണ്ട്, കുറേ നോസിലൊക്കെ ഉണ്ട് ആളുടെ കയ്യിൽ. എന്നിട്ട് നമ്മൾ നോസിൽ ഇത് ഇട്ടിട്ട് നമ്മളൊരു ഫ്ലവർ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലവർ പക്ഷേ ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇനി വേറെ എന്തൊക്കെയൊക്കെ ഷേപ്പ് പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടോ? അങ്ങനെ ഇത് ഫുള്ള് ആ ഒരു ഫ്ലവർ വെച്ചിട്ട് ഫുള്ള് നമ്മൾ ആ ടോപ്പിൽ കൊടുത്തു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഹാപ്പി ക്രിസ്മസ് എഴുതുകയാണ്. അവൾ തന്നെയാണ് എല്ലാം ചെയ്തത് കേട്ടോ. ആൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കൈവച്ച് ഇനി നശിപ്പിക്കണ്ടല്ലോ. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഷോർട്സ് ഇല്ലേ, നമ്മുടെ ഡയറി മിൽക്ക് ഷോർട്സ്, ആ ഷോർട്സ് വാങ്ങിച്ചിട്ട് കുറച്ച് മുകളിലിങ്ങനെ സെറ്റാക്കിയിട്ട് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ സെറ്റായി വരുമ്പോൾ അറിയാം. ഇതാണ് നമ്മുടെ ഫൈനൽ കേക്ക്.